വർക്കിച്ച എന്തോ ആ കൊലയുടെ പൈസ കിട്ടിയില്ലല്ലോ. അത് പിന്നെ എത്രയും പെട്ടെന്ന് എത്തിയിരി കേട്ടോ. എത്തിക്കാം. ഞാൻ തന്നെ കറിയാച്ചൻ. നീ രാവിലെ വരാന്ന് പറഞ്ഞല്ലേ പുല്ലിയെത്തി വൃത്തിയാക്കാൻ. നീ വരുമോ ഇല്ലയോ അത് പറ. നമ്മൾ പുതിയതായിട്ട് കറിയച്ചാല് വായിച്ച വീടില്ലേ എവിടെ വരാന്നല്ലേ നീ പറഞ്ഞേ. നീ എപ്പോ വരുമെന്ന് പറ. ഞാൻ രാവിലെ പോലെ വന്ന് കുത്തിയിരിക്കുക നിന്നെക്കകത്ത്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നീ എന്തിനാ ഏറ്റത്? നിനക്ക് ഒക്കത്തില്ലെങ്കിൽ ഒക്കത്തില്ലെന്ന് പറയണം. വെറുതെ മനുഷ്യനെ കെടുത്തരുത് കേട്ടോ. മുതലാളി എന്താടാ മുതലാളി അറിഞ്ഞോ? ആ റൗഡിമുത്തി അവരുടെ സിംഗിളുകളിൽ കൂടി നമ്മുടെ സ്ഥലത്ത് ഷെഡ് വെച്ച് താമസിക്കുന്നു മുതലാളി. എപ്പോ? ഞാൻ കണ്ടിട്ട് വരുമോ മുതലാളി? അതെ, കഴിഞ്ഞ തവണ നമ്മളവളെ ജയിലിലടച്ചല്ലേടാ. അവള് തിരിച്ചു വന്നു മുതലാളി. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യം. ഞാൻ അവളെ കിടത്താം. വാടാ. എനിക്ക് സമാധാനമായി. ഇന്നവിടെ യുദ്ധം നടക്കും. എന്ത് പ്രശ്നം വന്നാലും ആ പെണ്ണുമ്പിള്ളി അവിടെ നിന്ന് മാറ്റണം മുതലാളി. മുതലാളിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മാറ്റൂടാ. അവളെയല്ല, അവളുടെ അമ്മൂമ്മേരെ മാറ്റൂടാ ഈ കറിയാച്ച മുതലാളി. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഈ കറിയാച്ച മുതലാളി ഇവിടെ ജീവിച്ചിരിക്കുന്നത്? മുതലാളി, നമ്മുടെ മെമ്പർ അല്ലേ വരുന്നേ, അവരോട് നമുക്ക് ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചാലോ? സൂചിപ്പിക്കാം. അല്ല, മുതലാളി ഇതെങ്ങോട്ടാ? ആ മെമ്പറെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ മുതലാളി? എന്റെ വളന്തക്കാടുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ 2-3 പേരെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയൊരു റൗഡി ബുദ്ധി ഉണ്ടല്ലോ. അവളും ശിങ്കടികളും കൂടി അവിടെ ഷെഡ് വെച്ച് താമസിക്കുക. അവളെ ഒന്ന് ഒഴിപ്പിച്ചു തരണം മുതലാളി. ഈ വിവരം ഒരാഴ്ച മുമ്പേ ഞാൻ അറിഞ്ഞതാ. പക്ഷേ അവരെ ഇപ്പം നിയമപരമായിട്ട് അവിടുന്ന് മാറ്റിയാൽ അതിന്റെ ദോഷം മുതലാളിക്ക് തന്നെയാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? അവർ ഷെഡ് വെച്ച് കെട്ടിയിരിക്കുന്നത് സർക്കാർ വക ഭൂമിയില്ല. ആ പുറമ്പോക്ക് ഭൂമി മുതലാളി കയ്യേറിയിരിക്കുക. അപ്പം നമ്മൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോയാലോ മുതലാളി കൈക്കലാക്കി വെച്ചിരിക്കുന്ന ആ ഭൂമി സർക്കാരിലേക്ക് പോവുകയും ചെയ്യും. അത് ശരിയാ മുതലാളി, മെമ്പർ പറയുന്നതിലും കാര്യമുണ്ട്. ആ പണിക്ക് നിൽക്കുന്നതിലും നല്ലത് നമ്മൾ മറ്റേതിലും വഴി നോക്കുന്നതാ. മെമ്പറെ, അവളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ മുതലാളി ഒന്ന് കണ്ണു തുറക്കണം. മെമ്പറെ, അവളെ അവിടുന്ന് ഒന്ന് ഒഴിപ്പിച്ചു തന്നാൽ ഒരു 25,000 രൂപ വൈകുന്നേരം വീട്ടിലെത്തിക്കും. അതൊന്നും വേണ്ടായിരുന്നു. പിന്നെ മുതലാളിയുടെ എന്താവശ്യത്തിനും ഞാനുണ്ടാവും. മുതലാളിക്ക് എന്നെ വിശ്വസിക്കാം. എന്നാ ഞാനങ്ങോട്ട്. പഞ്ചായത്തിൽ വല്ലപ്പോഴെങ്കിലും ചെന്ന് തല കാണിച്ചില്ലെങ്കിലേ അവരെന്ത് വിചാരിച്ചു കളയും. ശരി, വൈകിട്ട് നമുക്കത് കാണണം. അതിനെന്താ മുതലാളി, ഞാൻ വീട്ടിൽ തന്നെ കാണും. മുതലാളിക്ക് എപ്പോ വേണേലും വരാമല്ലോ. ഓ ശരി. ഈ മുതലാളിയുടെ ഒരു കാര്യം. നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോടാ എന്നോട് ഈ കാര്യം പറയായിരുന്നത്? ഞാൻ ഇന്നല്ലേ മുതലാളി അറിഞ്ഞേ. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്രിയമാനസ പ്രേമരൂപേണ ദേവാ വാതിലു തുറന്നു ചോദിക്കും മുതലാളി അങ്ങോട്ട്. പുറത്തേക്ക് വാടി. എന്താടി നീ അകത്ത് കയറി അടയിരിക്കുകയാണോ? ഏത് നാറിയാടാ ഇവിടെ കിടന്ന് കുറയ്ക്കുന്നത്? നിന്നോട് ആരാടി എന്റെ സ്ഥലത്ത് ഷെഡ് വെക്കാൻ പറഞ്ഞത്? അതിന് തന്റെ സ്ഥലമാണെന്ന് ആരാടോ പറഞ്ഞത്? ഞാനേ ഇവിടെ ജനിച്ചു വളർന്നോളാ. ഇത് പുറമ്പോക്ക് സ്ഥലമാണെന്നും താൻ ഇത് വളച്ചു കെട്ടി വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ ഷെഡും കെട്ടും താമസിക്കുകയും ചെയ്യും. അതിന് നിന്റെ ഒന്നും അനുവാദം ആവശ്യമില്ല. കേൾക്കണം പട്ടി. അപ്പൊ നീ ഇവിടുന്ന് മാറത്തില്ല? ഇല്ല. ഇല്ലേ? മാറത്തില്ല. നിനക്ക് എന്താണെന്ന് വെച്ചാ നീ ചെയ്തു. നാട്ടുകാരുടെ ചക്കയും തേങ്ങയും മാങ്ങയും മോഷ്ടിച്ചും ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചല്ലടോ താൻ വലിയ മുതലാളിയായത്. ഒരു പരട്ട മുതലാളി. ശരി, നിന്നെ ഇവിടുന്ന് മാറ്റാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുപോലത്തെ ഒരുപാട് റൗഡി കുത്തികളെ കണ്ടവനാ ഈ കറിയാച്ചൻ. കണ്ട് മുത്തി, ഇവനാണ് ഇതിന്റെ ആണി. ഓഹോ, നീയാണ് ഇതിന്റെ ആണിക്കല്ലേ? അപ്പം നിനക്കൊരു എടാ നളന്തു, നിന്നെ അല്ല ഞാൻ തല്ലിയത്, മനസ്സിലായടാ? മുതലാളി എന്നെ തല്ലി. എടാ നളന്തു, പിന്നെ തല്ലിയത് നിന്നെയാണേലും വേദനിച്ചിരിക്കാടാ. നിന്നെ ഒഴിപ്പിക്കും. എന്നെ കൂടെ കൊണ്ടുപോകും.
മുതലാളി ഒഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഈ മുത്ത് ആരാണെന്ന് അവന് അറിയില്ല. അവന്റെ ഒളിപ്പേര്. എടാ ജോസഫേ, നമ്മുടെ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞാലേ ഈ വളർന്നകാട് ഗ്രാമത്തിലുള്ള ഒറ്റ മനുഷ്യൻ ശരിയല്ല. കാരണം എന്താന്ന് പറഞ്ഞാലേ ഈ നാട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ആരും ഉൾക്കൊള്ളത്തില്ല. അപ്പൊ നിനക്ക് എന്താ പറയാ? ഞാനതെല്ലാം ഉൾക്കൊള്ളുന്ന ആളാ, അറിയാലോ. അത് ശരി, ഞാനതിനോട് യോജിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ആളുകൾ അത്ര മോശക്കാരൊന്നുമല്ല. മോശക്കാരല്ലേ? അല്ല. ഇവിടുത്തെ ആൾക്കാർ ശരിയല്ലല്ലോ, നമ്മൾ ശരിയല്ലല്ലോ. അതാ അതിന്റെ ശരി. അതാണ് ചെയ്യേണ്ടത്. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ച കാട്ടിലെ മൈനയെ കൂവ് പഠിപ്പിച്ച കാട്ടിലെ മൈനയെ ഓടാൻ പഠിപ്പിച്ച ഒറ്റ കിളികളെ പോലും കാണുന്നില്ലല്ലോ. ഞാൻ അരി മേടിക്കണ്ടേ? ആരും ഇല്ല ഇവിടെ. ശരിയല്ലേ? ഒരൊറ്റ പെണ്ണുങ്ങളില്ല ഇവിടെ. എല്ലാരും ഉണ്ടല്ലോ. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? എന്നെ രക്ഷിക്കണേ. ഇല്ല, ഞാൻ ഇനി മേഘൻ ഈ വാർഡിൽ ഒറ്റ ചെറുക്കനെ പെട്ടു കളിക്കാൻ കൊണ്ടുവരില്ല. അയ്യാ, ഞാൻ കളരിയാണ്. കളരി കളരി കരളിയാ. ഓടിക്കരുത്. ഞാൻ മുന്നോട്ട് ഞാൻ ബ്ലാക്ക് വെച്ചാണ്. ഓടിക്കല്ലെന്ന് ഓടിക്കരുതെന്ന് നിന്നെ ഞാൻ കാണിച്ചു. അയ്യോ അയ്യോ ഒരു പുല്ലുമില്ലേ അവിടെ? അത് പിടിച്ചു കയറാൻ. അവന്മാര് പോയോ? ചാക്കപ്പ. അയ്യോ, ഇതാര്? മത്തായിയോ? അല്ല, കുത്തായി. എന്നെ പറ്റിയിടൂ. കുന്തം. താൻ കോടതി പോയോ? അല്ല, ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം പെണ്ണ് കാണാൻ പോയ എന്റെ വീടിന്റെ വാതിൽക്കൂടെ പോയതാണ്. നിന്റെ കോൺസൻസ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകത്തില്ല. ആക്കിത്തരാം. നിനക്ക് ഞാനെല്ലാം പറഞ്ഞു തരാവടാ. എന്ത്? എടാ, നിനക്ക് വേണ്ടിയാടാ ഞാൻ ഇടിയും തല്ലിയും എല്ലാം കൊള്ളുന്നത്. ഇത് ഞാൻ നീ അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. മത്തായി, നമ്മളാണോ മത്തായിയെ തല്ലിയത്? അതെ, അവന്മാര് തന്നെയാണ്. അയ്യോ, അണ്ണാ മുടി വളർത്തി ചവിട്ടി. 4 വരെ ഉള്ളു മത്തായി. 4 ഉള്ളു. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ട്. 5-6 പേരെ കൂടെ വിളിക്കാടാ. മത്തായി, ഈ കൂട്ടത്തിൽ ആരാ മത്തായിയെ തല്ലിയത്? ഒരാളല്ലടാ, എല്ലാരും കൂടെ എന്നെ തല്ലിയത്. ആരാ മത്തായിയെ തല്ലിയത്? എന്റെ മുത്തപ്പ, ഞങ്ങള് സാധുക്കളാണേ. എന്തുവാണ് ഇത്? വീണോ? എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് പേടിയാ. നിന്റെ പെണ്ണ് കാഴ്ച ഇതോടെ നിർത്തിക്കോടിക്കണോ? വേണ്ട, എന്റെ പൊന്നു ചേട്ടന്മാരെ, ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. തല്ലുകൊണ്ട് ഞങ്ങളെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം. ആരാ നിങ്ങളുടെ നേതാവ്?
ഇവന്റെ കൊടുത്താൽ മതി. നന്ദി ചേട്ടന്മാരെ, വളരെ ഉപകാരം. ഇനിമേലാ മൈര ഈ വഴിക്കേണ്ടി പോരുത്. ഓടാ. ജീവൻ എല്ലായിടത്തോളം കാലം ഈ പരിസരത്ത് ഞങ്ങൾ ഈ നാട്ടിലേക്കൊന്നല്ല, ഈ വാർഡിലേ ഞങ്ങൾ വരുത്തില്ല. അല്ല ചേട്ടന്മാരെ, ഒരു സംശയം. ആ ചേട്ടന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഓടാ. മലയാളി ഓടാ. കാര്യങ്ങളൊന്നുമില്ല, കാര്യക്കേടാക്കല്ലേ. ഞങ്ങൾ അങ്ങോട്ട് പോവാ. മലയാളി കുരിശുമൂട് മുത്തപ്പനാണ് സത്യം. ഇനി വരത്തില്ലെന്ന് പറയാനും. മത്തായി, നമുക്ക് 40 ഷാപ്പിലേക്ക് ഞാനത് മരുന്നില്ലടാ. അവിടെ നല്ല ഫോർക്കിറച്ചിയുണ്ട്. എന്നാ വരാം. എങ്കിലും നീ എനിക്ക് 2000 രൂപ തരണം. ഞാൻ എന്നെ വേറെ പെണ്ണിനെ കൂടെ കാണിക്കണം.